ഹലോ, ഏവർക്കും അംചിമ്മി വ്ലോഗിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഈസി സൂപ്പായിട്ടാണ് വന്നിരിക്കുന്നത്. ഹോം മെയ്ഡ് സൂപ്പ്. കൊച്ചു പിള്ളേർക്കൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന ഹോം മെയ്ഡ് സൂപ്പാണ്. നമുക്ക് എന്തൊക്കെ സാധനങ്ങളാണ് വേണ്ടത് പോയി നോക്കിയാലോ. ബട്ടർ വേണം, പിന്നെ ചിക്കൻ സ്റ്റോക്ക് വേണം. ചിക്കൻ സ്റ്റോക്ക് ഉണ്ടെങ്കിൽ ഉപ്പ് ഇടേണ്ടി വരില്ല. എന്താണെന്ന് വെച്ചാൽ ഇതിൽ തന്നെ ആവശ്യത്തിന് ഉപ്പ് ഉണ്ടാകും. പിന്നെ ക്യാരറ്റ് അരിഞ്ഞു വെച്ചിട്ടുണ്ട്, ബീൻസ് അരിഞ്ഞു വെച്ചിട്ടുണ്ട്, പിന്നെ കോൺഫ്ലവർ എടുത്തിട്ടുണ്ട്, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ട്, പിന്നെ ക്യാബേജ് ഉണ്ട്, പിന്നെ ഇതിൽ മിക്സാക്കാൻ വേണ്ടി ഇച്ചിരി വെള്ളം എടുത്തിട്ടുണ്ട്, പിന്നെ കുരുമുളക് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങിയാലോ. നമ്മൾ ഗ്യാസ് കത്തിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ ഈ ബട്ടർ ഒന്നിട്ട് കൊടുക്കാം. ഒന്ന് മെൽട്ടാകട്ടെ. അപ്പോൾ നമുക്ക് മെൽട്ടാകുമ്പോഴത്തേക്കും നമുക്ക് ഈ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇതിന് ശേഷം നമുക്ക് ഈ ക്യാരറ്റ്, ബീൻസ്, ക്യാബേജ് എല്ലാം കൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഒരു 5 മിനിറ്റ് ഒന്ന് ഇളക്കിയിട്ട് നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ചൂടുവെള്ളമാണ് ഒഴിക്കണത്. ഞാൻ വെള്ളം അപ്പോൾ ഒരു 5-10 മിനിറ്റ് ഇളക്കണം. അതിൻ്റെ പച്ചമണം പോണ വരെ ഇളക്കിക്കൊണ്ടിരിക്കണം, എന്നാലും ഇത് വേഗത്തുള്ളൂ. അപ്പോൾ ആ പച്ചമണം പോയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യത്തിന് വെള്ളം എടുക്കാം. ചൂടുവെള്ളമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഒഴിച്ച് കൊടുക്കാം. ഞങ്ങളിപ്പോൾ 2.5 കപ്പാണ് എടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പം നമ്മൾ വെള്ളമൊക്കെ ഒഴിച്ച് കഴിഞ്ഞു. ഇനി നമ്മൾ ഇതിലോട്ട് നമുക്ക് നമ്മുടെ ചിക്കൻ സ്റ്റോക്ക് ഇട്ട് കൊടുക്കാം. ഒരു ചിക്കൻ സ്റ്റോക്ക് മതിയായിരിക്കും. ഓക്കെ, ഇനി അതൊന്ന് ഒന്ന് ബോയിലായി വരട്ടെ. അപ്പോഴത്തേക്കും നമുക്ക് അടുത്ത സാധനം. അപ്പോൾ നമുക്ക് ഇതേ തിളച്ച് വന്നിട്ടുണ്ട്. ചൂടുവെള്ളം ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തിളച്ചിട്ടുണ്ട്. അത് ഗസ്റ്റ് വരുമ്പോഴത്തേക്കും അമ്മമാർ ഭയങ്കര തിരക്കായിരിക്കും. അപ്പോൾ പിള്ളേർക്ക് തന്നെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത്. അപ്പോഴത്തേക്കും ഇനി നമുക്കിതിലോട്ട് കലക്കി വെച്ചിരിക്കുന്നത് കോൺഫ്ലവർ വെള്ളം ഒന്ന് ഇളക്കി കൊടുത്തിട്ടൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. എന്നിട്ട് കൊടുക്കാം. അപ്പോൾ കോൺഫ്ലവർ ഇടുമ്പോഴത്തേക്കും ഇച്ചിരി കട്ടിയാകുകയും ചെയ്യും, സൂപ്പ് പോലത്തെ ഒരു രീതിയിലും വരും. അപ്പോഴത്തേക്കും ഇനി ഒന്നുകൂടെ തിളച്ച് കഴിയുമ്പോഴത്തേക്കും നമുക്ക് അടുത്ത സംഭവം ഇടാം. അപ്പോഴത്തേക്കും ഇത് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോഴത്തേക്കും ഈ ചിക്കൻ സ്റ്റോക്കിന് 30-35 രൂപയാണ്. ഇത് മാഗിയുടെ ചിക്കൻ സ്റ്റോക്കാണ്. അപ്പോഴത്തേക്കും ഇത് സൂപ്പർ മാർക്കറ്റിൽ എല്ലാത്തിലും കിട്ടുന്നതാണ്. അപ്പോഴത്തേക്കും ചിക്കൻ സ്റ്റോക്കിൽ നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ഉണ്ടാകും. അതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഉപ്പ് വേണമെങ്കിൽ ഇട്ടാൽ മതി കേട്ടോ. അപ്പോഴത്തേക്കും നമ്മളിത് തിളച്ച് വന്നിട്ടുണ്ട്. ഒരു ചെറിയ തീയിലിട്ട് അതിനൊന്ന് വേവിക്കണം, എന്നാലേ നമുക്ക് അടുത്ത സ്റ്റെപ്പിലോട്ട് കടക്കാൻ പറ്റത്തുള്ളൂ.
ഓക്കെ, അപ്പോഴത്തേക്കും ഇത് നന്നായിട്ട് വേകണം, ഇല്ലെങ്കിൽ ഒരു ടേസ്റ്റ് ഉണ്ടാകത്തില്ല. അപ്പോൾ ഇത് നന്നായിട്ട് വെന്തിട്ട് നമ്മൾ അടുത്ത സ്റ്റെപ്പിലോട്ട് കടക്കാൻ പാടുള്ളൂ. അപ്പോഴത്തേക്കും ഇത് ഞങ്ങളുടെ വെന്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഇച്ചിരി മല്ലിയിലയും കൂടെ ഇട്ടിട്ട് ഗ്യാസ് ഓഫ് ചെയ്യാം. ഓക്കെ, മല്ലിയില ഇടുവാണ്. സോറി, മല്ലിയില പറയാൻ മറന്നുപോയി ലിസ്റ്റിൽ. അപ്പോൾ ഞങ്ങൾ ഇച്ചിരി മല്ലിയില ഇടുന്നുണ്ട്. എന്നിട്ട് ഇച്ചിരി കുരുമുളകും കൂടെ. ഓക്കെ, അപ്പം നമ്മുടെ സൂപ്പ് റെഡിയായി. നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഓക്കെ, അപ്പം നമ്മുടെ സൂപ്പ് റെഡി ആയിട്ടുണ്ട്. ഞാൻ ഒരു സർവിങ് പ്ലേറ്റിലോട്ട് ഞാൻ മാറ്റിയിട്ട് അപ്പം നമുക്ക് ഇത് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പിള്ളേർക്ക് നല്ല സൂപ്പറായിട്ട് അമ്മമാരുടെ ഹെൽപ്പൊന്നും വേണ്ട, നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നൊരു സൂപ്പാണ്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു.